ഒരുപാട് പ്രതീക്ഷകളോടെ 2025 വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അവിടുത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു പോകാം. കോവളത്ത് നിന്ന് ജിബിൻ ജെബി ഉണ്ട്, മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥ്, കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ഉണ്ട്, അഖില CP ചേരുന്നുണ്ട്, അർജുൻ, അതുപോലെ ഡൽഹിയിലെ വിശേഷങ്ങൾ പറയാൻ അർജുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പ്രസാദുണ്ട്, കൊച്ചിയിൽ നിന്ന് രാഹുൽ ജി നാഥുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ കുറെ നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും അവരുടെ ന്യൂ ഇയർ ആഘോഷവും ഒപ്പം തന്നെ അതത് ജില്ലകളിലെ ആഘോഷവും ഒക്കെ നമുക്കായി പങ്കുവയ്ക്കും. ആദ്യം പക്ഷെ നമ്മൾ പോകുന്നു ഫോർട്ട് കൊച്ചിയിലേക്ക്. അതെ, അരുൺ ശങ്കർ, എങ്ങനെയാണ് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, പറയൂ വിവരങ്ങൾ. ഇവിടുത്തെ ആഘോഷത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ആയിരക്കണക്കിന് ആൾക്കാർ ഈ വലിയ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. 2025 വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും, അതായത് ഈ നാട്ടുകാർ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, അതോടൊപ്പം തന്നെ വിദേശീയർ. സാർ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആണ്. പോലീസുകാർ ഇവരെയൊക്കെ നിയന്ത്രിക്കാനായിട്ടുണ്ട്. അവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിരിക്കുകയാണ്. ചേച്ചി, നിങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത്? ഓക്കെ, എവിടുന്നാ വരുന്നത്? കുമ്പളങ്ങി. ഈ നാട്ടുകാരാണല്ലേ? കൊച്ചിക്കാരാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത്. എന്താ ഇവിടുത്തെ ആഘോഷത്തിന്റെ പ്രത്യേകത? ഒരു വൈബാണ്. ഇവിടെ വരുമ്പോ ഒരു എന്താ പറയാ, ഒരു വൈബാണ്. പക്ഷെ ഇവിടെ ഒരു പാട്ടിന്റെ ഒരു കുറവുണ്ടല്ലോ അല്ലേ? എന്ന് വെച്ചാ ഒരു മ്യൂസിക് ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. തുള്ളണവർക്ക് തുള്ളാം, ഫ്രീഡം ആയിട്ട് ഇരിക്കണവർക്ക് ഫ്രീഡം ആയിട്ടിരിക്കാം. എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്. അതെ, ഈ നാട്ടുകാരാണ് ഇവര്, കുമ്പളങ്ങിക്കാരാണ്. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ട്രിവാൻഡ്രം. അതെ, അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഫോർട്ട് കൊച്ചിയാണല്ലേ ന്യൂ ഇയർ ആഘോഷത്തിന്റെ കേന്ദ്രം അല്ലേ? അതെ. എന്തുകൊണ്ടെങ്കിലും ഇവിടെ വന്നത്? കാണാൻ വേണ്ടിട്ട് വന്നതാണ്. 2ാമത്തെ വർഷം വരുന്നത് കാണാനായിട്ട്. തിരുവനന്തപുരത്ത് ഒരു വൈബില്ല. വൈബില്ല. ഓക്കെ, അതാണ് ഫോർട്ട് കൊച്ചിയുടെ പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയാണ് കേരളത്തിലെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, തിരുവനന്തപുരത്ത് നിന്നുള്ള ചേച്ചിയാണ് അവർ 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഒരുപാട് കൊച്ചു കുട്ടികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ ഏറ്റവും നല്ലൊരു ദൃശ്യമാണത്. അതായത് ക്രിസ്മസ് ട്രീ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്വാഭാവികമായ ക്രിസ്മസ് ട്രീ എന്ന് തന്നെ പറയേണ്ടി വരും. ആ നീല വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. പുതുവർഷത്തെ വരവേൽക്കുന്നുണ്ട്. കുട്ടികൾ, നിങ്ങളൊക്കെ എവിടുന്നാ? കാക്കനാട്. എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ടോ അതോ? അല്ല, 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരാൻ പറ്റില്ല. ഞങ്ങൾ വരാറുണ്ട് എപ്പോഴും. ഇവരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴും വന്നിട്ടുണ്ട്. ഇവിടെയാണ് വൈബ്. ഇവിടെയാണ് ഏറ്റവും വൈബ് തോന്നിയിട്ടുള്ളത് വരെ ആഘോഷിക്കുമ്പോൾ. കാക്കനാടുകാരാണോ അതോ പുറത്തുനിന്ന് വന്നത്? ഞങ്ങൾ കോഴിക്കോട് സ്ഥലം, നാട്. കോഴിക്കോട്ടെക്കാട്ടി ഇവിടെയാണോ വൈബ് കൂടുതൽ? പിന്നെ ഓഫ്കോഴ്സ് കൊച്ചിയല്ലേ, ഫോർട്ട് കൊച്ചി. അതെ, പഞ്ഞിനെ കത്തിക്കലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇതുവരെ തോന്നുന്നത്. കത്തിച്ചിട്ടേ പോകത്തുള്ളൂ. കത്തിച്ചിട്ടേ പോകത്തുള്ളൂ. നാളെ രാവിലെ വരെ ഇവിടെ നിൽക്കും. എങ്ങനെയുണ്ട് കൊച്ചി മാറുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലൊക്കെ കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. ജനസാഗരമാണ് നമ്മളവിടെ കാണുന്നത് അല്ലെ? അത്രമാത്രം ആളുകൾ ഇപ്പൊ തന്നെ അവിടെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് എല്ലാവരും. അതെ, ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ, കോഴിക്കോട്, നമ്മൾ സാധാരണ പറയുന്നത് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്നത്. പക്ഷേ കോഴിക്കോട് നല്ല കോഴിക്കോട്ടുകാർ പോലും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ഒരു വികാരമാണ്, പ്രത്യേകിച്ച് ന്യൂ ഇയർ ആഘോഷത്തിൽ. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ വിവിധ സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ആ സംസ്കാരങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. പ്രായഭേദമന്യുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ ആഘോഷം അതോ ഈ നാട്ടുകാരി? ഇവിടുത്തെ വൈബ് എങ്ങനെയുണ്ട്? ഗംഭീരമാ? ഇവിടുത്തെ വൈബ് ഭയങ്കര ഗംഭീരം തന്നെയാണ്. ഇപ്പൊ പാട്ടൊക്കെ പാടുമ്പോൾ ഡാൻസ് കളിക്കണം. അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ. ആണോ? ശരി.